Hi friends, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസ് ആണ്. ഇതിനായി ഞാൻ ആദ്യം തന്നെ കുറച്ച് വെജിറ്റബിൾസ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, ക്യാപ്സിക്കം ഇവയാണ്. പിന്നെ ഇത് ചോറാണ്. വെള്ളത്തിൽ അല്പം ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചൂറ്റിയെടുത്ത ചോറാണ്. ഇത് ഗ്രീൻ പീസ് ആണ്. കുതിർത്ത ഗ്രീൻ പീസ് അല്പം വെള്ളത്തിലിട്ട് ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ മുട്ട ആവശ്യമാണ്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിനകത്തേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു മുട്ട ചിക്കി എടുക്കുന്നുണ്ട്. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ചിക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ചോറിൻ്റെ അളവിനനുസരിച്ച് ഒരു മുട്ടയോ രണ്ട് മുട്ടയോ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി മുട്ടയൊന്ന് ചിക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കൊത്തിയരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നേരിയതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ബീൻസും ക്യാബേജും ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് നന്നായി തന്നെ വഴറ്റിയെടുക്കണം. പച്ചക്കറികളെല്ലാം നന്നായി വഴറ്റിയെടുക്കണം. ഈ ഓയിലിൽ കിടന്ന് നന്നായി ഒന്ന് വഴലട്ടെ. ഇതൊന്ന് വാടാൻ ആവശ്യമായി അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് സോയാ സോസിനകത്ത് ഉപ്പുണ്ട്. നമ്മൾ സോയാ സോസ് ചേർക്കുന്നുണ്ട്, അതിന് ഉപ്പുണ്ട്. പിന്നെ ചോറ് ഉപ്പ് ചേർത്ത് വേവിച്ച് വടിച്ചതാണ്. അതുകൊണ്ട് കൂടുതൽ ഉപ്പിൻ്റെ ആവശ്യമില്ല. വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നു. 1 ടീസ്പൂൺ സോയാ സോസും അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് പച്ചക്കറിയുമായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. ചോറ് ചേർത്ത് കൊടുക്കുന്നു. ഇനി ചോറും നന്നായി തന്നെ ഇതെല്ലാമായിട്ട് മിക്സാക്കി എടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് ചിക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. ഇത്രയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സിംഗ് ആണ് ഇതിലെ പ്രധാനം. നന്നായി തന്നെ മിക്സാക്കി എടുക്കുക. ഹൈ ഫ്ലെയിം വെച്ച് നന്നായി പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുത്ത് സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇഷ്ടമായെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എൻ്റെ വേറെ വീഡിയോകൾക്കായി ഈ ചാനലൊന്ന് സന്ദർശിച്ച് നോക്കുകയും ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.